ഡിസംബർ 10, 1896 പ്രശസ്ത സ്വീഡിഷ് ശാസ്ത്രജ്ഞനും നോബൽ സമ്മാനത്തിൻ്റെ ഉപജ്ഞാതാവുമായ ആൽഫ്രഡ് നോബൽ മരണപ്പെടുന്നത് ഈ ദിവസമാണ്. ഡിസംബർ 10, 1901 ആദ്യത്തെ നോബൽ സമ്മാന വിതരണം നടന്നതും ഇതേ ദിവസമാണ്. അതായത് ആൽഫ്രഡ് നോബൽ മരണപ്പെട്ടതിന് കൃത്യം 5 വർഷങ്ങൾക്ക് ശേഷം. നോബൽ സമ്മാനത്തിൻ്റെ കഥ ആരംഭിക്കുന്നത് ആൽഫ്രഡ് നോബലിൽ നിന്നാണ്. 1833 ഒക്ടോബർ 21 സ്വീഡനിലെ സ്റ്റോക്ക്ഹോമിൽ ജനിച്ച ആൽഫ്രഡ് ബെർണാഡ് നോബൽ ഒരു രസതന്ത്രജ്ഞനും എഞ്ചിനീയറും വ്യവസായിയുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബം എഞ്ചിനീയറിംഗ് മേഖലയിൽ പ്രവർത്തിച്ചിരുന്നു. ചെറുപ്രായത്തിൽ തന്നെ നോബൽ രസതന്ത്രത്തിലും സാങ്കേതിക വിദ്യയിലും അഗാധമായ താൽപ്പര്യം കാണിച്ചു. നോബലിൻ്റെ ഏറ്റവും പ്രശസ്തമായ കണ്ടുപിടുത്തം ഡൈനാമിറ്റ് ആയിരുന്നു. 1867 അദ്ദേഹം ഡൈനാമിറ്റ് കണ്ടുപിടിച്ചു. നൈട്രോഗ്ലിസറിൻ എന്ന അപകടകരമായ സ്ഫോടക വസ്തുവിനെ സുരക്ഷിതമായി ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയായിരുന്നു അത്. ടണലുകൾ നിർമ്മിക്കുന്നതിനും റോഡുകൾ സ്ഥാപിക്കുന്നതിനും ഖനനം നടത്തുന്നതിനും ഇത് വളരെ ഉപയോഗപ്രദമായി. എന്നാൽ അതേസമയം തന്നെ യുദ്ധോപകരണമായും ഇത് ഉപയോഗിക്കപ്പെട്ടു. തൻ്റെ ജീവിതകാലത്ത് നോബൽ 355 പേറ്റന്റുകൾ നേടി. ഡൈനാമൈറ്റിൻ്റെ ഉൽപ്പാദനത്തിലൂടെ അദ്ദേഹം വലിയ സമ്പത്ത് സമ്പാദിച്ചു. യൂറോപ്പിലെ വിവിധ രാജ്യങ്ങളിൽ ഫാക്ടറികൾ സ്ഥാപിച്ച് അദ്ദേഹം ഒരു വലിയ വ്യവസായ സാമ്രാജ്യം കെട്ടിപ്പടുത്തു. റഷ്യ, ജർമ്മനി, ഫ്രാൻസ്, സ്കോട്ട്ലൻഡ്, ഇറ്റലി എന്നീ രാജ്യങ്ങളിലെല്ലാം അദ്ദേഹത്തിൻ്റെ ഫാക്ടറികൾ പ്രവർത്തിച്ചിരുന്നു. ഇതുകൂടാതെ നോബൽ ഒരു ബഹുഭാഷാ പണ്ഡിതനും കവിയും നാടകരചയിതാവുമായിരുന്നു എന്നത് പലർക്കും അറിയാത്ത വസ്തുതയാണ്. 1888 നോബലിൻ്റെ ജീവിതത്തിൽ ഒരു നിർണായക സംഭവം നടന്നു. അദ്ദേഹത്തിൻ്റെ സഹോദരൻ ലുഡ്വിഗ് നോബൽ അന്തരിച്ചപ്പോൾ ഒരു ഫ്രഞ്ച് പത്രം തെറ്റിദ്ധരിച്ച് ആൽഫ്രഡ് നോബൽ മരിച്ചു എന്ന് വാർത്ത പ്രസിദ്ധീകരിച്ചു. മരണത്തിൻ്റെ വ്യാപാരി മരിച്ചു എന്ന തലക്കെട്ടോടെയായിരുന്നു ആ വാർത്ത. ആയിരക്കണക്കിന് ആളുകളെ കഴിയുന്നത്ര വേഗത്തിൽ കൊല്ലാനുള്ള വഴി കണ്ടെത്തി സമ്പത്ത് നേടിയ മനുഷ്യൻ എന്ന് പത്രം അദ്ദേഹത്തെ വിശേഷിപ്പിച്ചു. ദ മർച്ചന്റ് ഓഫ് ഡെത്ത് ഈസ് ഡെഡ്. ഈ വാർത്ത നോബലിനെ ആഴത്തിൽ വേദനിപ്പിച്ചു. തൻ്റെ മരണശേഷം ലോകം തന്നെ എങ്ങനെ ഓർക്കുമെന്ന് അദ്ദേഹം മനസ്സിലാക്കി. മരണത്തിൻ്റെയും നാശത്തിൻ്റെയും പ്രതീകമായി മാത്രം തന്നെ ഓർമ്മിക്കപ്പെടുമോ? ഈ ചോദ്യം അദ്ദേഹത്തെ അലട്ടി. തൻ്റെ പാരമ്പര്യം പുനർനിർമ്മിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. 1895 നവംബർ 27 പാരീഷിലെ സ്വീഡിഷ് നോർവീജിയൻ ക്ലബ്ബിൽ വെച്ച് ആൽഫ്രഡ് നോബൽ തൻ്റെ അവസാന വിൽപത്രം എഴുതി. ഒരു വർഷത്തിന് ശേഷം 1896 ഡിസംബർ 10 ഇറ്റലിയിലെ സാൻഡമോയിൽ വെച്ച് 63-ാം വയസ്സിൽ അദ്ദേഹം അന്തരിച്ചു. നോബലിൻ്റെ വിൽപത്രം വലിയ ഞെട്ടലായിരുന്നു അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്ക് ഉണ്ടാക്കിയത്. അദ്ദേഹത്തിൻ്റെ സമ്പത്തിൻ്റെ ഭൂരിഭാഗവും ഏകദേശം 31 മില്യൺ സ്വീഡിഷ് ക്രോണർ, അക്കാലത്തെ കണക്കനുസരിച്ച് ഒരു വലിയ തുക, മാനവികതയ്ക്ക് വലിയ സേവനം ചെയ്യുന്നവർക്ക് വാർഷിക അവാർഡുകൾ നൽകുന്നതിനായി സമർപ്പിക്കപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്ക് അതിൽ അതൃപ്തിയുണ്ടായിരുന്നു. പല ചോദ്യങ്ങളും നിയമപരമായ തർക്കങ്ങളും ഉയർന്നു. വിൽപത്രത്തിൽ നോബൽ വ്യക്തമാക്കി, എൻ്റെ സമ്പത്ത് ഒരു ഫണ്ടായി നിക്ഷേപിക്കണം. അതിൻ്റെ പലിശ വരുമാനം എല്ലാ വർഷവും സമ്മാനങ്ങളായി വിതരണം ചെയ്യണം. ഫിസിക്സ്, കെമിസ്ട്രി, ഫിസിയോളജി അഥവാ മെഡിസിൻ, സാഹിത്യം, സമാധാനം എന്നീ മേഖലകളിൽ മനുഷ്യരാശിക്ക് ഏറ്റവും വലിയ പ്രയോജനം ചെയ്തവർക്കാണ് ഈ സമ്മാനം നൽകേണ്ടത്. ദേശീയത പരിഗണിക്കാതെ ഏറ്റവും യോഗ്യരായവർക്ക് സമ്മാനം നൽകണമെന്ന് അദ്ദേഹം ഊന്നിപ്പറഞ്ഞു. നോബലിൻ്റെ എക്സിക്യൂട്ടർമാർ വിൽപത്രം നടപ്പിലാക്കാൻ കഠിനമായി പരിശ്രമിച്ചു. നിരവധി തടസ്സങ്ങളെ അതിജീവിച്ച് 1900 നോബൽ ഫൗണ്ടേഷൻ സ്ഥാപിതമായി. വിവിധ മേഖലകളിലെ സമ്മാനങ്ങൾ തിരഞ്ഞെടുക്കാൻ വിവിധ സ്വീഡിഷ് സ്ഥാപനങ്ങളെ ചുമതലപ്പെടുത്തി. 1901 ഡിസംബർ 10 നോബലിൻ്റെ 5-ാം മരണവാർഷികത്തിൽ ആദ്യത്തെ നോബൽ സമ്മാനങ്ങൾ
സ്റ്റോക്ക്ഹോമിലെ റോയൽ അക്കാഡമി ഓഫ് മ്യൂസിക്കിലെ പഴയ ഹാളിൽ വെച്ച് വിതരണം ചെയ്തു. അത് ചരിത്രപരമായ ഒരു നിമിഷമായിരുന്നു. ആദ്യ സമ്മാന ദിനത്തിൽ സമ്മാന ജേതാക്കളുടെ പേരുകൾ അന്നേ ദിവസം മാത്രമാണ് വെളിപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ ചടങ്ങിൽ വലിയ ഉത്സാഹവും ഉത്കണ്ഠയും നിറഞ്ഞിരുന്നു. ആദ്യ സമ്മാനത്തിൻ്റെ തുക 1,50,782 സ്വീഡിഷ് ക്രോണർ ആയിരുന്നു. അത് അക്കാലത്ത് ഒരു സ്വീഡിഷ് പ്രൊഫസറുടെ 20 വർഷത്തെ ശമ്പളത്തിന് തുല്യമായിരുന്നു. ആദ്യം 5 വിഭാഗങ്ങളിൽ മാത്രമായിരുന്നു നൊബേൽ സമ്മാനം നൽകിയിരുന്നത്. എന്നാൽ 1968 സ്വീഡൻസ് സെൻട്രൽ ബാങ്ക് നോബലിൻ്റെ സ്മരണയ്ക്കായി സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള സമ്മാനം ആരംഭിച്ചു. 1969 മുതൽ ഈ സമ്മാനവും നൽകപ്പെടുന്നു. എങ്കിലും ഇത് സാങ്കേതികമായി നോബലിൻ്റെ യഥാർത്ഥ വിഭാഗത്തിൽ ഉൾപ്പെടുന്നില്ല. എല്ലാ വർഷവും സെപ്റ്റംബർ അവസാനത്തോടെയോ ഒക്ടോബർ ആദ്യത്തോടെയോ ജേതാക്കളെ പ്രഖ്യാപിക്കുന്നു. നോമിനേഷനുകൾ രഹസ്യമായി സൂക്ഷിക്കുന്നു. 50 വർഷത്തേക്ക് അവ പരസ്യപ്പെടുത്തുന്നില്ല. എല്ലാ വർഷവും ഡിസംബർ 10 ആൽഫ്രഡ് നോബലിൻ്റെ മരണവാർഷികത്തിൽ സമ്മാനം വിതരണം ചെയ്യുന്നു. സ്വീഡന്റെ തലസ്ഥാനമായ സ്റ്റോക്ക്ഹോമിലാണ് പ്രധാന ചടങ്ങ് നടക്കുന്നത്. സമാധാന സമ്മാനം മാത്രം വ്യത്യസ്തമാണ്. അത് നോർവേയിലെ തലസ്ഥാനമായ ഓസ്ലോയിൽ സിറ്റി ഹാളിൽ വിതരണം ചെയ്യുന്നു. നൊബേൽ ജീവിച്ചിരുന്ന കാലത്ത് സ്വീഡനും നോർവേയും യൂണിയനിലായിരുന്നു എന്നതാണ് ഇതിന് കാരണം. ചടങ്ങ് അതീവ ഗംഭീരമാണ്. സ്വീഡിഷ് കുടുംബാംഗങ്ങൾ സന്നിഹിതരാകുന്നു. ജേതാക്കൾ സ്വർണ്ണ മെഡലും സർട്ടിഫിക്കറ്റും പണവും സമ്മാനമായി സ്വീകരിക്കുന്നു. ഓരോ സമ്മാനവും 2023 കണക്കനുസരിച്ച് ഏകദേശം 11 മില്യൺ സ്വീഡിഷ് ക്രോണർ വിലയുള്ളതാണ്. അവാർഡിന് ശേഷം സ്റ്റോക്ക്ഹോം സിറ്റി ഹാളിൽ ഗംഭീരമായ വിരുന്ന് നടക്കും. ഇന്ത്യയിൽ നിന്ന് നൊബേൽ സമ്മാനം ലഭിച്ചവർ രവീന്ദ്രനാഥ് ടാഗോർ, CV രാമൻ, ഹർഗോവിന്ദ് ഖുറാന, മദർ തെരേസ, സുബ്രഹ്മണ്യൻ ചന്ദ്രശേഖർ, അമർത്യ സെൻ, വെങ്കട്ടരാമൻ രാമകൃഷ്ണൻ, കൈലാഷ് സത്യാർത്ഥി, അഭിജിത്ത് ബാനർജി. അതുപോലെ ചില വർഷങ്ങളിൽ പുരസ്കാരങ്ങൾ നൽകാതെയും ചിലപ്പോൾ ഒരേ വിഭാഗത്തിൽ നിരവധി ആളുകൾ പങ്കിട്ടതും കാണാം. കാരണം നൊബേൽ കമ്മിറ്റി എല്ലായ്പ്പോഴും കർശനമായ മാനദണ്ഡങ്ങൾ പാലിക്കുന്നു. 1974 മുതൽ മരണാനന്തര സമ്മാനം നൽകുന്നില്ല എന്ന നിയമം നിലവിൽ വന്നു. എന്നാൽ പ്രഖ്യാപനത്തിനും വിതരണത്തിനുമിടയിൽ മരണമുണ്ടായാൽ സമ്മാനം നൽകാം. നൊബേൽ സമ്മാനം പലപ്പോഴും വിവാദങ്ങൾക്കും കാരണമായിട്ടുണ്ട്. മഹാത്മാഗാന്ധിയെ ഒരിക്കലും നൊബേൽ സമാധാന പുരസ്കാരത്തിന് തെരഞ്ഞെടുത്തില്ലെന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയ വിവാദങ്ങളിലൊന്നാണ്. പിന്നീട് നൊബേൽ കമ്മിറ്റിയും അത് ഒരു ചരിത്രപരമായ പിഴവാണെന്ന് അംഗീകരിച്ചു. നൊബേൽ സമ്മാനം കേവലം ഒരു അവാർഡ് മാത്രമല്ല, അത് മാനവികതയുടെ മുന്നേറ്റത്തിൻ്റെ പ്രതീകമാണ്. ശാസ്ത്രീയ കണ്ടെത്തലുകൾ, സാഹിത്യ നേട്ടങ്ങൾ, സമാധാന പ്രവർത്തനങ്ങൾ എന്നിവയെ പ്രോത്സാഹിപ്പിക്കുന്ന ഈ അവാർഡ് ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ആളുകൾക്ക് പ്രചോദനമാണ്. നോബലിൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ടു. മരണത്തിൻ്റെ വ്യാപാരി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട മനുഷ്യൻ ഇന്ന് മാനവികതയുടെയും പുരോഗതിയുടെയും സമാധാനത്തിൻ്റെയും പ്രതീകമായി അറിയപ്പെടുന്നു.